അതെ ഡി ഐ ജി, ഞാൻ ഒരു തമാശയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എത്രയും വേഗം മാറ്റർ കിട്ടുന്നോ അത്രയും നല്ലത്. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഡാ നീ ഒന്ന് വായിച്ചു നോക്കി. എന്താണ് ഇത്? ഇതേ ഒരുമാതിരി ഗുസ്തി മത്സരത്തിന് നോട്ടീസ് പോലെ ഉണ്ട്. എവിടെ നോക്കട്ടെ. കുസ്തി സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. അയ്യേ, എന്താ അയ്യേ? അഞ്ചു നീ ഒന്ന് വായിച്ച്. അല്ല വേണ്ട, ഇങ്ങോട്ട് ഞാൻ വായിക്കാം. ഞാൻ വായിച്ചാൽ അതിലൊരു സുഖം മനസ്സിലാവും. ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട അഭിനയ പ്രേമികളെ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഇതാ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ സുദിനം സമാഗമമായിരിക്കുന്നു. ഫിറോ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ DIGയുടെ രചനയിൽ ഏതോ ഒരു പുതുമുഖ സംവിധാനം ചെയ്യുന്ന ലഘുചിത്രത്തിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളിലേക്ക് അനുയോജ്യരായ അഭിനേതാക്കളെ തേടുന്നു. വരുവിൻ, പങ്കുചേരുവിൻ. പരിശോധനാ കേന്ദ്രവും പരിശോധനാ ദിനവും ഉടനെ അറിയിക്കുന്നതാണ്. പരിശോധനാ കേന്ദ്രവും? നീ എന്താ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പോണേ? എടാ, ഓഡീഷൻ കേട്ടു, അതിന് മലയാളമാണ്. എന്നൊരു കാര്യം ചെയ്യും, മൊത്തം മലയാളത്തിലായിക്കോ. എന്താണ് ആ ഫിറോ എന്റർടൈൻമെന്റ് ബാനറിൽ? അതും കൂടെ മലയാളത്തേക്ക് പറ. ഫിറോ എന്റർടൈൻമെന്റ് അതൊക്കെ മലയാളത്തിലാക്കിയാൽ ഭയങ്കര വൾഗറായിരിക്കും. ഇങ്ങോട്ട് വന്ന് പറയാം. വാ, മലയാളത്തിൽ അങ്ങനെ വേണ്ടല്ല. വേണ്ട, അത് വേണ്ട. എന്താ പരിപാടി? ഇവിടെ ഫുഡ് ഫോട്ടോഗ്രാഫി ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. കുറെ എൻക്വയറി വരുന്നുണ്ട്. ഗുഡ്. പിള്ളേരെവിടെ? അവരൊരു അസൈൻമെന്റ് കൊടുത്ത് വിട്ടിരിക്കുക. എന്ത് അസൈൻമെന്റ്? സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. അവർക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഓരോ ഫോട്ടോസ് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് അതിലെ തെറ്റുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. നല്ല പാഷനുള്ള പിള്ളേരാണ്. ഒന്ന് ചെറുതായിട്ട് വഴി കാണിച്ചു കൊടുത്താൽ മതി. ഓ, ഒരു ദിവസം കൊണ്ട് ഭയങ്കര ചേഞ്ച് ആണല്ലോ. പിന്നെ അതൊക്കെ ഉണ്ട്. വിനോദേട്ടാ, എന്തായി? ഓ, ഒരു 15 ഒപ്പിച്ച്. ഭയങ്കര പുരോഗമനമാണല്ലോ. അതെ അതെ. ഇതെന്താ സംഭവം? ഒരു ഔട്ട് ഓഫ് ഫോക്കസ് അപാരതയാണ്. ഹായ് ചേച്ചി. വന്നൂലോ മിടുക്കനും മിടുക്കത്തിയും. എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് നോക്കിയാലോ? ഐ എം റിയലി എക്സൈറ്റഡ്. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. അയ്യോ, അതെന്താ? അത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര മഴയത്ത് എന്തെടുക്കാനാ. അപ്പം ഞങ്ങളൊരു സിനിമയ്ക്ക് കയറി. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ലോ ലൈറ്റ് ആയി. അല്ല, അപ്പൊ നിങ്ങള് ഇന്ന് ഒരു ഫോട്ടോ പോലും എടുത്തില്ലേ? ബാറ്ററി ചാർജ് ഒട്ടും ഉണ്ടായില്ല ഇതില്. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ എന്നൊന്ന് വിളിച്ച് പറയാറുന്നല്ലോ. ഓക്കെ, ഓക്കെ. ചേച്ചിയെ പറ്റി നിങ്ങൾ ചെയ്ത് ഭയങ്കര മോശമായി പോയി. ഇത്ര നേരമായിട്ട് അവി നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞോണ്ടിരുന്നിരുന്നെ. അറ്റ്ലീസ്റ്റ് ഒരു കോൾ ചെയ്യായിരുന്നില്ലേ? ഇതൊക്കെ ബേസിക് മാനേഴ്സ് അല്ലേ? ചേച്ചി, മഴയത്തൊക്കെ എന്തെടുക്കാനാണ്? മഴയും വെയിലും കൊള്ളാതെ ജോലി ചെയ്യാൻ നിങ്ങൾ ഓഫീസിലെ ക്ലർക്കിന്റെ ജോലിയാണോ ചെയ്യുന്നത്? ഫോട്ടോഗ്രാഫേഴ്സ് അല്ലേ? നിങ്ങൾക്കറിയോ, വെറും ഒരു സിംഗിൾ ക്ലിക്ക് കിട്ടാൻ വേണ്ടി അവി 6 ദിവസമാണ് കാട്ടി പോയി കിടന്നത്. അതും ഒറ്റയ്ക്ക്. ഈ മഴയും വെയിലും കൊണ്ടിട്ട് തന്നെയാണ് അത് ചെയ്തത്. ആ പാഷനും ഡെഡിക്കേഷനും നിങ്ങളും കാണിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് വരരുത്. അല്ലെങ്കിൽ പ്രൊഫഷനോട് കാണിക്കാവുന്നൊരു ദ്രോഹമാണ്. മക്കളെ, ഈ ഏജൻസി നടന്നു പോകുന്നത് തന്നെ അവിനാശിന്റെ വർക്ക് കണ്ടിട്ടാണ്. അവന്റെ വർക്ക് കണ്ടിട്ട് വരുന്ന വർക്കാണ് ഇവിടെ പകുതി മുക്കാലും ഉള്ളത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവിനാശ് ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് അത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ അതിന്റെ പേയ്മെന്റ് പോലും വാങ്ങിക്കാറില്ല. നിങ്ങളെ ഇപ്പൊ ഈ പണി പഠിപ്പിച്ചിട്ട് അവന് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല. ഞങ്ങളിനി എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ഗോ ആൻഡ് സേ സോറി ടു ഹിം. ചെല്ല്. വിനോദേട്ടാ, ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായി പോയോ? എടുത്ത് എന്താടാ, ഒന്ന് മര്യാദക്കേടാ. ഇതെന്തിന് ഇത്ര കളർ? നിങ്ങൾ ഇറങ്ങുവാണോ? ഓ, നിങ്ങൾക്ക് ലേറ്റ് ആയല്ലേ? സോറി സാർ. എന്തിന്? അതൊക്കെ എടോ, ഈ ഫോട്ടോഗ്രാഫി പോലുള്ള ആർട്ട് ഫോംസ് തിയറിറ്റിക്കലായിട്ട് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ചെയ്ത് തന്നെ പഠിക്കണം. അതുമല്ല, ഓരോരുത്തരും ഓരോന്ന് കാണുന്നത് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ക്യാമറയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ഫോട്ടോസ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞത്. സോറി സാർ, നാളെ ഞങ്ങൾ എന്തായാലും ഇറങ്ങും. ഗുഡ്. Actually, you don't make a photograph just with a camera. You bring into the act of photography the books that you have read, the pictures that you have seen, the music that you have heard, and the people that you love. ഇത് ഞാൻ പറഞ്ഞല്ല, ആൻസൽ ആഡംസ് പറഞ്ഞാണ്. താങ്ക് യു സാർ. പണിയെടുക്കടാ, എന്നിട്ട് കൈയടി.
ഇനി അവർ നന്നായി വർക്ക് ചെയ്തോളൂ. അല്ലടാ, ഞാൻ എപ്പോഴാണ് ഈ 6 ദിവസം കാട്ടിലൊക്കെ പോയി താമസിച്ചത്? ഒരു വഴിക്ക് പോലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആ ഇത് ഞാൻ തന്നെ പറയണോ? സാമേ, ഇതൊരു റിഹേഴ്സലല്ലേ, നീ അഞ്ചു പറയുന്നതിന് റിപ്ലൈ കൊടുത്താൽ മതി. എന്തെങ്കിലും കൊടുത്താൽ മതിയോ? എന്തെങ്കിലും കൊടുത്താൽ പോരാ, അതിനകത്തുള്ള തന്നെ പറയണം. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നീ നോക്കി വായിച്ചാൽ മതി. കോപ്പി അടിച്ച് ശീലം എനിക്ക് പണ്ടേ ഇല്ല. കുഴപ്പമില്ല, ഞാൻ കാണാൻ അറിഞ്ഞോളാം. പിന്നെ ഭാവമൊന്നും വന്നില്ലെന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് കയറരുത്. ആ നിന്റെ നെഞ്ചത്തൊന്നും കയറില്ല. നിനക്ക് സിറ്റുവേഷൻ മനസ്സിലായില്ലേ? എന്നാ കാച്ചിക്കോ. അഞ്ചു ഓക്കെ അല്ലേ? റെഡി. ആ അപ്പോൾ ആക്ഷൻ. എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. എൻ്റെ പാരൻസിൻ്റെ ഒറ്റമകൾ എന്ന നിലയിൽ എൻ്റെ കുടുംബക്കാരോടും ചുറ്റുമുള്ളവരോടും എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. സാമേ, ഡയലോഗ് പറടാ. ഞാൻ പറയണോ? ആ ചോര തളം കെട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എൻ്റെ ഓർമ്മയിൽ. എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ അവസാനമായിട്ട് കാണുമ്പോൾ ചോര വീണ് ചീഞ്ഞു നാറിയ കിടക്കയിൽ മരണം കാത്ത് കിടക്കുകയായിരുന്നു അവർ. ഒരിക്കൽ മരണം അവരെ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പായിരുന്നിട്ടും എയ്ഡ്സ് രോഗിയായിരുന്നു അവർ. സ്വന്തം മകനെ വളർത്തി വലുതാക്കി. ആ അമ്മ എവിടെ കിടക്കുന്നു? കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന നീ എവിടെ കിടക്കുന്നു? ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെങ്കിൽ നീ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും, ആ കുഞ്ഞിനെ അച്ഛന്ന് വിളിക്കുകയും ചെയ്യും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ ആയിരുന്നോ? ഒന്നും പറയാനില്ല, സൂപ്പർ. പറ, ഓക്കെ ആയിരുന്നോ? ഓഡീഷൻ ക്യാൻസൽ.